സുഹൃത്തുക്കളെ, ഔപചാരികത എങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്നുള്ളത് റിസർച്ച് ചെയ്യുന്നൊരു ഘട്ടമാണിത്. കാരണം നമ്മുടെ മുന്നിൽ ഇതാ ഒരു ക്ലോക്ക് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്നവരെയും സദസ്സിലിരിക്കുന്നവരെയും. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഗായകൻ, അനുഗ്രഹീത ഗായകൻ കൃഷ്ണചന്ദ്രൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. ജയേന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവർക്കൊക്കെ ധാരാളം കാലത്തെ കുറേ കാര്യങ്ങൾ ഓർക്കാനും പറയാനും മാതൃഭൂമി ചാനലിൽ നിന്നും പല ചാനലുകളിൽ നിന്നൊക്കെ വിളിച്ചിട്ട് അദ്ദേഹം വളരെ തിരക്കാണ്. സത്യസന്ധമായി പറഞ്ഞാൽ അദ്ദേഹം വരില്ല എന്ന് ഞാൻ സ്മിതയോട് പറഞ്ഞിരുന്നു. പക്ഷേ തീർച്ചയായും അദ്ദേഹം എത്തി. അത് സ്മിതയുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പ്രശ്നമാണ്, അടുപ്പമാണ്. തീർച്ചയായും അതിനോട് അദ്ദേഹത്തിനൊരു പ്രത്യേക സ്വാഗതം പറയേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യും. അടുത്തതായി കുഴൂർ വിൽസൺ. കുഴൂർ വിൽസനെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യം ഇല്ല. കവിയാണ്, പ്രഭാഷകനാണ്, മാധ്യമപ്രവർത്തകനാണ്. കുഴൂർ വിൽസനെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അജയൻ പനയറ അധ്യാപകനാണ്, നിരൂപകനാണ്, പ്രഭാഷകനാണ്. ഡോക്ടർ അജയൻ പനയറയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി PK അനിൽകുമാറാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി എന്ന് തന്നെ പറയാം. പ്രഭാഷണ കല കൊണ്ട് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ രൂപവും ഭാവവും മാറ്റിക്കുറിച്ച നമ്മുടെ പ്രിയപ്പെട്ട PK അനിൽകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും ഞാൻ എൻ്റെ അടുത്ത റോൾ, അധ്യക്ഷൻ റോളിലേക്ക് പെട്ടെന്ന് കടക്കുന്നു. ഈ ഓർമ്മ സാഹിത്യം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന, ഗൗരവത്തിലെടുക്കപ്പെടുന്ന നമ്മുടെ നിരൂപകന്മാർക്ക്, അതിൻ്റെ ഇടയിലൊരു പദത്തിൻ്റെ ആവശ്യമുണ്ട്, നിരൂപക കേസരികൾക്ക് ബോധ്യപ്പെടാത്തൊരു എഴുത്ത് മേഖല കൂടിയാണത്. കഥ, കവിത, നോവൽ, ലേഖനം, യാത്രാവിവരണം തന്നെ ആ SK പൊറ്റക്കാടിൻ്റെ ഇത് വന്നതുകൊണ്ടും പിന്നീട് ഇങ്ങനെ വന്നു പോയതാണത്. അപ്പോൾ ഓർമ്മകൾ എഴുതണമെങ്കിൽ, അനുഭവം എഴുതണമെങ്കിൽ ഒരാൾക്ക് ഷഷ്ടിപൂർത്തിയെങ്കിലും കഴിയണമെന്നുള്ള ആ പഴയ സങ്കല്പത്തിലൂടെയാണ് ഇന്നും കാലം കടന്നു പോകുന്നത്. പക്ഷേ തീർച്ചയായും മാധവിക്കുട്ടി എഴുതിയ 2-3 പുസ്തകങ്ങൾ, അതേമാതിരി ചില പുസ്തകങ്ങൾ മലയാളിയുടെ എഴുത്തിൻ്റെ, വായനയുടെ വാതായനങ്ങൾ തുറന്നിട്ടു എന്ന് നമുക്കറിയാം. മാധവിക്കുട്ടി എഴുതിയ പുസ്തകങ്ങളുടെ അനുബന്ധമായിട്ട് സംഭവിച്ച കുറേ കാര്യങ്ങളുമുണ്ട്. ആത്മകഥ എഴുതാം, അനുഭവങ്ങൾ എഴുതുന്നത്, അനുഭവത്തിന് വിലയില്ല. ജീവചരിത്രം എഴുതാം. ഇങ്ങനെ പോകുന്നൊരു നമ്മുടെ ഒരു വളരെ കൃത്യമായ മലയാളിയുടെ ഒരു ബോധ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് ചെറുതായിട്ട് മുട്ടലുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സവർണ എഴുത്തുകാർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ജാതി കൊണ്ടല്ല. അത് ജാതിയുടെ അപ്പുറത്തേക്ക് UGC പ്രൊഫസർമാർ അല്ലെ അങ്ങനെയുള്ള, അജയ് മാഷ് ക്ഷമിക്കണം എന്നോട്, UGC പ്രൊഫസർമാരും ഒക്കെയുള്ള ആൾക്കാരുടെ ഒരു സവർണ കുലമുണ്ട് നിരൂപണത്തിൽ. അജയ് മാഷ് അതിൽപ്പെടുന്ന ആളുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്ന, നമ്മുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട നമ്മുടെ ഒരു മലയാളിയുടെ മനസ്സുണ്ട്. ആ മനസ്സിലേക്കാണ് സ്മിത പ്രമോദിൻ്റെ ഈ പുസ്തകം കടന്നു വരുന്നത്. കഴിഞ്ഞ ഷാർജ അന്താരാഷ്ട്ര ഉത്സവത്തിൽ വെച്ചിട്ടായിരുന്നു ഈ പുസ്തകം പ്രകാശിപ്പിച്ചിരുന്നത്. ആ പുസ്തകം ഒരു ഓർമ്മയുടെ, കേവലം ഒരു നൊസ്റ്റാൾജിയുടെ, അതിനുമപ്പുറത്തേക്ക് അവനവൻ്റെ കാര്യങ്ങൾ പറയാനുള്ള വ്യഗ്രതയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു പോകുന്ന നിരവധി കാര്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. കൂടുതൽ ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പുസ്തകം വായിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലായത്, ഞാൻ ഈ ഭരണിയൊക്കെ കണ്ട ഒരു ജനറേഷനിലുള്ള ഒരാളാണ്. ഞാനത് സ്മിതിയോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. 10-18 തരം ഭരണികളുണ്ട് അത്രയും നമ്മുടെ പാരമ്പര്യത്തിൽ. ആ 18 ഭരണികൾ 18 ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാണ്. ഒരു ഷേപ്പ് കൊണ്ട് ഉണ്ടാക്കപ്പെടുന്നത് മാത്രമല്ല. പിന്നെ തീർച്ചയായും അമ്മ മണം, ഈ മണത്തോടുള്ള, ഗന്ധത്തോടുള്ള ഒരു പക്ഷേ സ്മിതയുടെ ഒരു വല്ലാത്തൊരു കാര്യമുണ്ട്. എനിക്കത് സ്കൂളിൽ നമ്മൾ നാരങ്ങ മണമുള്ള സ്കൂൾ കാലം ഒക്കെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നു.
നമുക്ക് നമ്മളെ വല്ലാതെ നമ്മുടെ പഴയ കാലത്തിലേക്ക്, സ്മിതയുടെ പഴയ കാലത്തിലേക്കല്ല, നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ പുസ്തകത്തിന് കഴിയുന്നു. മരിച്ചുപോയ, ഓർക്കപ്പെടാൻ അർഹതയില്ലാത്ത, അർഹത ഇൻവേർട്ടർ കോമയിലാണ്, അർഹതയില്ലാത്ത, അതല്ലെങ്കിൽ എന്താ പറയുക, പാർശ്വവൽക്കരിക്കപ്പെട്ട നിരവധി ആൾക്കാർ. ഒന്ന് സുധാകരേട്ടൻ, എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ അന്നത്തെ വായനയിൽ നിന്ന് പറയുകയാണ്, ആദ്യത്തെ വായനക്കാരൻ പ്രസാധകനാണ് സുധാകരേട്ടൻ. അങ്ങനെ കുറേ ആൾക്കാർക്കുള്ളൊരു ട്രിബ്യൂട്ടായിട്ട് ഈ പുസ്തകം മാറുന്നു. പോസ്റ്റ്മാൻ, ഇപ്പോൾ എവിടെ ഉണ്ട് പോസ്റ്റ്മാൻ? അങ്ങനെയുള്ളൊരു കാലത്തിലൂടെയാണ് സ്മിത നമ്മളെ കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊരു നോവലാണോ? നമുക്കങ്ങനെ വേണമെങ്കിൽ അവകാശപ്പെടാം. നോവൽറ്റിയുള്ള എന്തും നോവൽ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ. ഒരു യാത്രാ വിവരണമാണോ? അതുമാണ്. ഒരു കാലത്തിലൂടെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇതൊരു യാത്രാ വിവരണം തന്നെയാണ്. അങ്ങനെ പല മേഖലകളിലൂടെയും കടന്നു പോകുന്ന ഈ ഓർമ്മ സാഹിത്യത്തിൻ്റെ മാധവിക്കുട്ടിക്ക് ശേഷം കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമായിട്ട് ഇതിനെ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഹരിതം ബുക്സ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വർദ്ധിച്ചത്. കൂടുതൽ ഞാൻ കടക്കുന്നില്ല. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ശ്രീ കൃഷ്ണചന്ദ്രനെ ക്ഷണിക്കുന്നു. സോറി, ഇന്നലെ ഈ ജയേട്ടൻ്റെ കാര്യം കേട്ട മോൾക്ക് ശബ്ദം പോയതാണ്, ക്ഷമിക്കണം. ഞാൻ വിചാരിച്ചത് ഏറ്റവും വിവരമില്ലാത്ത ആളെ ഏറ്റവും അവസാനം വിളിച്ചാൽ പോരെ എന്നുള്ളതാണ് ഞാനിപ്പോൾ ചോദിച്ചത്. അങ്ങനെയല്ല, വിവരമില്ലാത്ത ആളെന്ന് വെച്ചാൽ അങ്ങനെ ഞാനൊരു ഇതുകൊണ്ട് പറയുന്നതല്ല. ഈ ഒരു എഴുത്തിനെ പറ്റിയിട്ട് ഞാനൊരു എഴുത്തുകാരനല്ല. ആകപ്പാടെയുള്ളൊരു എഴുത്തുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എൻ്റെ അമ്മയും ചെറിയമ്മമാരും ഒക്കെ രാവിലെ എണീറ്റിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരണ നോവലുകളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന കേട്ട ഒരോർമ്മ. ആ സമയത്ത് സേതുവിൻ്റെയും പാണ്ഡവപുരമൊക്കെ വരുന്ന സമയം, അഗ്നിസാക്ഷി വന്നിരുന്ന സമയം, അതൊക്കെയാണ് എൻ്റെ ഓർമ്മ. അല്ലാണ്ട് ഞാൻ എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ളവരടുത്ത് ലാത്തിയടിച്ച് രക്ഷപ്പെടും ഇന്നമാതിരിയാണെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലാതെ നമ്മളൊരു വിവരമുള്ള ആളല്ല ആ കാര്യത്തിൽ. പിന്നെ സ്മിത എന്ന് പറഞ്ഞാൽ സ്മിത പ്രമോദനം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നാണ് കാണുന്നത്. ഞങ്ങൾ വെറും ഫേസ്ബുക്കിലൂടെയുള്ള ബന്ധമായിരുന്നു. പക്ഷെ അതൊരു 1.5 ബന്ധമായിരുന്നു പല കാര്യം കൊണ്ടും. അപ്പോൾ ഞാൻ ഈ സ്മിത ബുക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ ഒരു ട്രെയിൻ യാത്രയിലാണ് അത് മുഴുവൻ വായിച്ചത്. എനിക്ക് വല്ലാതെ, കാരണം ഒരു 3-4 മാസം മുമ്പെയാണ് എൻ്റെ അമ്മ മരിച്ചത്. അപ്പോൾ അത് വല്ലാതെ റിലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു. ഞാനൊരു നിലമ്പൂർക്കാരനാണ്. അപ്പോൾ നമുക്ക് MTയുടെയൊക്കെ പറഞ്ഞ പോലെ ഇത് വായിക്കുമ്പോൾ ഞാൻ MTയുടെ കുറേ സ്ക്രിപ്റ്റുകൾ ഡബ് ചെയ്തിട്ടുള്ളൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് ഞാൻ. വിനീതിന് വേണ്ടി ഋതുഭേദത്തിലും, റഹ്മാന് വേണ്ടി ഏതോ മുക്തി, അങ്ങനെ കുറച്ച് പടങ്ങൾ, വടക്കൻ വീരഗാഥ, സഞ്ജയ് മിത്രയ്ക്ക് വേണ്ടി വൈശാലി, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് MTയുടെ ഡയലോഗ്സ് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഋതുഭേദത്തിലെ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലത്തെ സംസാര രീതി വല്ലാതെ ഓർമ്മ വരാറുണ്ടായിരുന്നു. ബാലേന്ദ്ര മേനോൻ്റെ അടുത്ത് വിനീത് ഇങ്ങനെ ജയിലിലിരുന്നു കൊണ്ട് പറയുന്നതൊക്കെ ഉണ്ട്, മാഷേ ഈ ജനലിൽ കൂടെ കാണുമ്പോഴുള്ള ആ ചന്ദ്രനും നമ്മുടെ നാട്ടിൽ ചന്ദ്രനൊക്കെ ഒരേ മാതിരി ഉണ്ടല്ലേ മാഷേ നീ ചോദിക്കണ ഒരു സാധനമൊക്കെ ഉണ്ട്. അത് വല്ലാതെ നമുക്ക് MT പറയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഹരൻ സാറിൻ്റെ അടുത്തൊക്കെ കൃഷ്ണേന്ദ്രനാണ് അത് ഡബ് ചെയ്യുന്നതെങ്കിൽ പിന്നെ കൂടുതൽ നോക്കണ്ട, കാരണം ആ ഭാഷ അയാൾക്ക് നല്ലോണം അറിയാമെന്നുള്ളത്. പക്ഷേ പിന്നെ ആ ഭാഷയെപ്പറ്റി പലരും കളിയാക്കി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കുറേ അധികമായി. അവസാനം അതുകൊണ്ട് പറ്റിയതായിരിക്കും. അപ്പോൾ സ്മിതയുടെ എനിക്ക് സ്മിതയുടെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം സുധാകരേട്ടൻ എന്ന് പറഞ്ഞിട്ട് നീ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ സുധാകരേട്ടൻ്റെ ഇത് ഞാൻ ഡബ് ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പറയുമായിരുന്നു ഞാനൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത് ഇപ്പൊന്നും ശബ്ദം കൊണ്ട് പെർഫെക്റ്റ് അല്ല എങ്കിലും കൂടി ഞാൻ ആ ഒരു ഭാഷ പറയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോണതാണേ, ക്ഷമിക്കണം. അതിൽ ആ ഒരു രാവിലെ കണി കാണാവുന്ന ദേവി അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയതിന് ശേഷം ആ കാര്യം പറയുകയാണ്. ആ കാര്യം സുധാകരേട്ടൻ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. സുധാര എന്ന ആ വിളി ഇന്നും ചെവിട്ടിലുണ്ട്. ഈ വീട് പൂട്ടിയ അന്ന് ആസ്പത്രിയിൽ നിന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോൾ
കാറ് കയറും മുമ്പ് അമ്മ എൻ്റെ കയ്യിലൊരു പിടുത്തം. ഇപ്പോഴും ആ ദിവസവും മുഖം ഒന്നും മറന്നിട്ടില്ല ഞാൻ. ഞങ്ങളെ രണ്ടാളെയും നോക്കി, രണ്ടാളും ഉണ്ടാവണം കേട്ടോ ഇവിടെ സുധാര, നന്നായി നോക്കണം കേട്ടോ വീട്, ഒരു പറച്ചിലും കൂടി. പിന്നെ മടങ്ങിയില്ലല്ലോ, പോയില്ലേ, കൊണ്ടുപോയില്ലേ ആ സ്നേഹത്തിനെ. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാറില്ല മാളു, എനിക്ക് വേണ്ട. അതാണ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഡയലോഗ്, എനിക്ക് വേണ്ട ഇങ്ങനത്തെ സങ്കടം തരണ ദൈവത്തിനെ. ഒരു പ്രയോഗമുണ്ട് അതിൽ. ഞാൻ ട്രെയിനിലിരുന്നിട്ട് ഇത് വായിച്ചിട്ട് ഞാൻ വല്ലാതെ കരഞ്ഞു പോയി. കാരണം നമുക്ക് ഇപ്പോൾ ഓർമ്മകളെ പറ്റി കളിയാക്കണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഓർമ്മയില്ലാതെ എങ്ങനെ, പഴയ ഓർമ്മകളില്ലാതെ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? പക്ഷെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ വല്ലാതെ വിജയിച്ചവരൊക്കെ ഈ പഴയ ഓർമ്മകൾ മറന്നിട്ടുള്ളവരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ശ്രീ കമലഹാസൻ്റെ അടുത്ത് ഞാനൊരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ചില പഴയ കാര്യങ്ങൾ ഞാനിങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചു, ഇത് അഭിനയിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, ഇത് അഭിനയിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കത് ഓർമ്മയില്ല, അത് പഴയ കാര്യമല്ല, ഓർമ്മയില്ല എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നമുക്കൊക്കെ അവരെക്കാൾ കൂടുതൽ അവരുടെ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ചിലപ്പോൾ നമ്മളൊക്കെ അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടാത്തതെന്നും. കാരണം വല്ലാതെ പഴയ ഓർമ്മകളിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുക. അതാണോന്നറിയില്ല എനിക്ക്. എന്തായാലും സ്മിതയ്ക്ക് എന്താ പറയണമെന്നില്ല, എല്ലാ അനുമോദനങ്ങളും നൽകണു. പിന്നെ സ്മിതയുടെ ഇനിയും ബുക്കുകളൊക്കെ ഇറങ്ങട്ടെ, നല്ല നല്ല ഇതുപോലത്തെ ബുക്കുകൾ. എന്ന് വെച്ചാൽ പഴയ ഓർമ്മകൾ വരണം. എനിക്കും വല്ലാതെ അമ്മ മണമൊക്കെ ഫീൽ ചെയ്തു എനിക്ക്. കാരണം ഇപ്രാവശ്യം ഞാൻ നിലമ്പൂർ നാട്ടിൽ പോയപ്പോൾ അമ്മയില്ല. അച്ഛന് 94 വയസ്സാണ്. അച്ഛനെ ഒറ്റയ്ക്ക്, ഞാൻ അമ്മയുടെ അടുത്ത് അച്ഛൻ ഇങ്ങനെ പോയി ഇങ്ങനെ ലോക്യം പറയുന്നൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അമ്മ പോയതിന് ശേഷം ഇപ്പം അച്ഛൻ വല്ലാതെ മിസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അമ്മയെ എപ്പോഴും കിടന്ന് ഉറങ്ങുക. ഞാനും എൻ്റെ സിസ്റ്ററും ഇങ്ങനെ മാറി മാറി താമസിക്കുകയാണ് നിലമ്പൂരിൽ പോയിട്ട്. അപ്പം അതൊക്കെ വല്ലാതെ ഞാൻ എന്നിട്ട് എൻ്റെ ചെറിയമ്മയ്ക്ക് ഈ സ്മിതയുടെ നോവൽ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്, ഒന്ന് വായിക്കൂ എന്നും പറഞ്ഞിട്ട്. എന്തായാലും ഇനി കൂടുതൽ ബാക്കി എല്ലാവർക്കൊക്കെ പറയാനുള്ളതാണ്. ഈ വിവരമില്ലാത്തവൻ കൂടുതൽ വിഡ്ഢിത്തരം പറഞ്ഞ് അബദ്ധാക്കുന്നില്ല. നമസ്കാരം. ഇന്നത്തെ മീറ്റിങ്ങിന് ഇതിനേക്കാൾ കൂടുതൽ ഒരു അനുഗ്രഹം കിട്ടാനില്ല, അതിലപ്പുറം ഒന്നും കിട്ടാനില്ല. ഏറ്റവും നന്നായി. അതുമാത്രമല്ല, കൃഷ്ണേന്ദ്രനെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നാട്ടിൽ നിങ്ങളുടെ വേഷം, ഈ നാട്ടിൽ ഞങ്ങളുടെയൊക്കെ കോളേജ് കാലത്താണ് ഈ നാട് കടന്നു വരുന്നത്. ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ വേഷം ഒരു നടൻ എന്നുള്ള രീതിയിൽ അതൊരു വല്ലാത്ത വേഷമായിരുന്നു. അത് തീർച്ചയായും അത് ഞങ്ങളും ഓർക്കുന്നു. അടുത്തതായിട്ട് കൊടൂർ വിൽസനെ ക്ഷണിക്കുന്നു. ഒരു കവി എന്നുള്ള നിലയിൽ ഈ പുസ്തകത്തിൻ്റെ ആമുഖമായി ചേർത്തിരിക്കുന്ന കവിത എൻ്റെ എക്കാലത്തെയും മികച്ച പാഠങ്ങളിൽ ഒന്നാണ്. വീട്ടിലേക്കുള്ള വഴി. ധാരാളം ഞാനത് വേദികളിൽ ചൊല്ലിയിട്ടുമുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിയമസഭ പോലെ ഉള്ള കുറച്ചുകൂടി ചട്ടക്കൂടൊക്കെ വലുതായ ഒരു സ്ഥലത്ത് വീട്ടിലേക്കുള്ള വഴി മുഴങ്ങി കേൾക്കുമോ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാതിരുന്നൊരു സമയമുണ്ട്. അപ്പോൾ അതിനെ പ്രാപ്തമാക്കിയ കാലത്തിന് ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. ഈ ഓർമ്മക്കുറിപ്പുകളുടെ കാര്യം അത് പ്രതാപൻ സാർ പറഞ്ഞപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മധുരമുള്ളതാണെങ്കിൽ അത് എഴുതുമ്പോൾ ഒരിക്കൽ കൂടി ആ മധുര വീഥികളിലൂടെ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം ആ എഴുത്തുകാരനുണ്ടാകും. നേരെ തിരിച്ചാണെങ്കിലും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരിക്കൽ കൂടി അതിലൂടെ നടന്നു പോയാലേ ആ കർത്തവ്യം നിർവഹിക്കാൻ ആകൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. വലിയ അപകടം പിടിച്ച, സാഹസം പിടിച്ച ഒരു പരിപാടിയുമാണത്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള ഓർമ്മയാണ് എങ്കിൽ പകർത്തി എഴുതുന്നതെങ്കിൽ ശാരീരികമായും മാനസികമായും വ്യഥ അനുഭവിക്കുന്ന നിരവധി എഴുത്തുകാരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ അതിലൂടെ കടന്നു പോകുന്നു, ഒരിക്കൽ കൂടി ആ തീയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ. അതത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെയൊക്കെ അനുഭവ കഥകൾ എല്ലാവരും എഴുതാൻ തീരുമാനിച്ചാൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ തലമുറയിലൊക്കെ MTA പോലുള്ള വലിയ കഷ്ടപ്പാടുകൾ സഹിച്ച മനുഷ്യർ, അക്ഷരങ്ങളുടെ വലിയ വെള്ളിവെളിച്ചത്തിലേക്ക് വരാൻ ധാരാളം സമയമെടുത്ത പ്രയത്നിച്ച മനുഷ്യരുടെയൊക്കെ അടുക്കള കഥകൾ, വിയർപ്പിൻ്റെ കഥകൾ എഴുതിയാൽ നമുക്ക് തീർച്ചയായും പൊള്ളിപ്പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും അത് ഒതുക്കി വെച്ചിട്ടുമുണ്ട്. സ്മിതയ്ക്ക് ഭാഗ്യവശാൽ
എല്ലാവർക്കും അങ്ങനെ വലിയ ദൗർഭാഗ്യത്തിൻ്റെയോ ഒന്നും കുട്ടിക്കാലമല്ല. പക്ഷെ ചെറിയ ചെറിയ ഓർമ്മകൾ അത് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വലിയ ചാരുതയുണ്ട് സ്മിതയ്ക്ക് എന്ന് പറയാതെ വയ്യ. ചിത്രപ്പണി, അപ്പോൾ അത് ഞാൻ ഈ തൊഴിലുമായി തട്ടിച്ചു നോക്കി. സ്മിത അധ്യാപികയായിരുന്നു കുറച്ചു കാലം. മറ്റൊന്ന് ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ്. ഈ ചെറിയ വസ്തുക്കൾ എവിടെ വയ്ക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ വലിയ കലയാണ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ. ചെറിയ വസ്തുക്കൾ പോലും എവിടെ ഇരിക്കണം എന്നുള്ളൊരു തീരുമാനം അതിന് വലുതാണ്. ഈ ഒരു ക്രാഫ്റ്റ്, ഇതിൻ്റെ ഒരു ആ മികവ് അത് സ്മിതയ്ക്ക് പിടികിട്ടിയിട്ടുണ്ട് എന്ന് എഴുത്തിൽ കാണാം. അതിന് സൂചകമായി 1-2 ഭാഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യത്തിലേക്കും കൂടി കിടക്കുകയാണ്. ഒരു പ്രത്യേക താളത്തിൽ ബെല്ലടിയോടെ നെറ്റിക്ക് ചുറ്റും തലമുടി തുവാല കൊണ്ടൊരു കെട്ടുകെട്ടി സൈക്കിളിൽ പറന്നു വന്ന ഗേറ്റിൻ്റെ മുകളിലൂടെ പത്രം മുറ്റത്തേക്ക് സച്ചിൻ സിക്സർ അടിക്കും പോലെ വീശി എറിഞ്ഞു പോകുന്ന പേപ്പർ ബോയ് റഫീഖ. രാവിലെ ചായക്കട തുറക്കാൻ പോകുമ്പോൾ അച്ഛനോട് ഏറെ നേരം കുശലം പറയുന്ന ജോർജേട്ടൻ. ഒരു ചിരി പാസാക്കി തിരക്കിട്ട് ഓടിമറയുന്ന അവരുടെ ഭാര്യ മറിയാമ്മ ചേട്ടത്തി. കൂട്ടമായി മദ്രസയിൽ പോകുന്ന വെള്ള കുഞ്ഞുമുണ്ടും കുഞ്ഞു ഷർട്ടും തൊപ്പിയും മുഖക്കനയും ഇറക്കം കുറവുള്ള പാവാടയും ജമ്പറുമിട്ട കുഞ്ഞുമക്കൾ. മുറ്റത്ത് ഉണ്ണിക്കുട്ടൻ്റെ സൈക്കിൾ സർക്കസ്. ആ പ്രത്യേക പാരഗ്രാഫ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇങ്ങനെ കൊച്ചു കൊച്ചു നിമിഷങ്ങളെയാണ് സ്മിത അടക്കി വയ്ക്കുന്നത്. അത് പിന്നെ അതിൻ്റെ വഴി കണ്ടെത്തുകയാണ്. അതാണ് ഈ പുസ്തകം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇത് ആ പുസ്തകത്തിലേക്കുള്ളൊരു പ്രവേശികയായി ഞാനതിനെ പറയുന്നു. അപ്പോൾ ഇതൊരു ഒരുക്കം കൂടിയാണ് വീട്ടമ്മയായ ഒരാളുടെ, പ്രവാസിയായ, നമ്മൾ സോക്കോൾഡ് എപ്പോഴും പ്രവാസികളെക്കുറിച്ച് പറയും. അപ്പോൾ പലപ്പോഴും ഈ ഒരു നൊസ്റ്റാൾജിയാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. നമ്മൾ പോകുന്ന വർഷമാണ് അയാളുടെ കേരളത്തിൻ്റെ വർഷം. അപ്പോൾ നമ്മൾ ഏത് വർഷമാണ് നാടുവിടുന്നത്, ആ മനസ്സും വെച്ചിട്ടാണ് ഈ പാവങ്ങൾ അവിടെ ജീവിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ ഒക്കെ മാറിയിട്ടുണ്ടാകും. അത് എന്തിനു വേണ്ടിയിട്ടാണോ താൻ അവിടെ പോകുന്നത് അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത് മനസ്സിലാകുന്ന നിയമസഭാ സാമാജികരും ഇനി ഇതുപോലുള്ള പുസ്തകമേളകളിലൂടെ ഈ പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നു ഉണ്ടാകുമ്പോൾ അങ്ങനെയൊരു വശം കൂടി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു നൊസ്റ്റാൾജിയെക്കുറിച്ചുള്ളൊരു കാര്യം. ഓർമ്മക്കുറിപ്പുകൾ എത്രമാത്രം മലയാള സാഹിത്യത്തിൽ പ്രസക്തമാകുന്നു എന്ന കാര്യമാണ് ഇതിൻ്റെ പൊതുവായൊരു ചർച്ച ഇതിൽ വെച്ചിരിക്കുന്നത്. അതിനെ കൂടി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എം.എൻ. പാലൂർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മലയാളത്തിലെ ഇഷ്ടത്തോടെ വായിച്ചിട്ടുള്ള കവികളിൽ ഒരാൾ പാലൂരാണ്. അപ്പോൾ ഈ ഒരു കഥയില്ലാത്തവൻ്റെ കഥ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തു വന്നപ്പോൾ ഞാൻ വലിയ ഇഷ്ടത്തോടെ വായിച്ചു അത്. അപ്പോൾ എൻ്റെ അടുത്താണ് അദ്ദേഹം ജനിച്ചത് എന്നും ജി ശങ്കരക്കുറുപ്പിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ അടുത്താണെന്ന്, ഇപ്പോൾ മൂഴിക്കുളത്താണ്, എൻ്റെ വീട്ടിൽ നിന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലത്താണ് പാലൂർ ജനിച്ച് ജീവിക്കുന്നത്. പക്ഷേ ഈ ജീവിതകാലത്ത്, സർഗജീവിതത്തിൻ്റെ കാലത്തൊന്നും തന്നെ ഈ ദേശം അദ്ദേഹത്തിൻ്റെ എഴുത്തിലോ വർത്തമാനങ്ങളിലോ അധികം കടന്നു വന്നിട്ടില്ല. മുംബൈയിൽ എയർ ഇന്ത്യയിൽ കാർ ഡ്രൈവറായി ജോലി ചെയ്യുന്ന വലിയ ഒരു മുംബൈ പ്രവാസിയുടെ കഥാലോകം ഈ കഥയില്ലാത്തവൻ്റെ കഥയിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിൽ ഈ മൂഴിക്കുളവും കുഴൂരും ജി ശങ്കരക്കുറുപ്പിൻ്റെ നായത്തോടും ഒക്കെ ആ മേഖലയുമായി ബന്ധപ്പെട്ട ചെറു വർണ്ണനകൾ എന്നെ അടിമുടി ഉലച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഒരു കവിയുടെ അത്രയും കാലം ഞാൻ വായിച്ച കവിതകൾ എത്ര നൊന്തിട്ടായിരുന്നു എന്നുള്ളത് കഥയില്ലാത്തവൻ്റെ കഥ വായിച്ചപ്പോഴാണ് എനിക്ക് പരിപൂർണ അർത്ഥത്തിൽ അത് തിരിഞ്ഞു കിട്ടിയത് എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂതകാലം പലപ്പോഴും പലർ മറക്കുന്നത് കൊണ്ടല്ല, അതൊരു പക്ഷേ അതത്ര എപ്പോഴും മധുരമുള്ളതായിരിക്കണം എന്നില്ല. അതിലൂടെ ഒരിക്കൽ കൂടി, ആ തീച്ചുളയിലൂടെ ഒരിക്കൽ കൂടി തിരിച്ചു പോകാനുള്ള ധൈര്യമോ കപ്പാസിറ്റിയോ പലപ്പോഴും എഴുത്തുകാർക്ക് ഉണ്ടാകാറില്ല. അതായിരിക്കാം ഒരു കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. വലിയ അധ്വാനം വേണ്ട ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് സ്മിത കൈവച്ചിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ അത്യാവശ്യം തിരക്കേടില്ലാതെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പുതിയ പുസ്തകങ്ങൾക്കുള്ള വലിയ ഊർജ്ജമായിരിക്കും അതെന്ന് ഞാൻ കരുതുന്നു. ഓർമ്മകളുടെ മുറിവിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ അജയൻ അനിയർ. പ്രിയപ്പെട്ട എഴുത്തുകാരിക്ക്, പ്രസാധകന്, കവിക്ക്, ഗായകന്, പ്രിയപ്പെട്ട അനിലിന് എല്ലാവർക്കും നമസ്കാരം. മനുഷ്യർ തമ്മിൽ കണ്ടുമുട്ടാൻ ചില കാരണങ്ങൾ വേണം. അത്തരം ഒരു കാരണമാണ് ഈ പുസ്തകം.
സ്മിത എന്ന എഴുത്തുകാരിയെ കണ്ടുമുട്ടാൻ കാരണമായ ഈ പുസ്തകത്തിന് എല്ലാ ഭാവുകങ്ങളും ആദ്യമേ. ചരിത്രത്തിൽ സ്വന്തമായൊരു മുറിയെപ്പറ്റി എഴുതിയിട്ടുണ്ട് ഒരു എഴുത്തുകാരി. അത് അവൾക്ക് സ്വന്തമായൊരു മുറി വേണമെന്നും എ റൂം ഓഫ് വൺസ് ഓൺ അല്ല എ റൂം ഓഫ് ഹർ ഓൺ ആണെന്നും മുറിച്ചു വച്ചതാണ് മുറിയെങ്കിൽ മുറിക്ക് മുറിവെന്നുകൂടി ഒരു അർത്ഥമുണ്ടെന്നും സ്മിത പ്രമോദ് പറയുകയാണ്. ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഊന്നുകോലും ജരാനര ദുഃഖവും എന്ന് പാടിയ കവയിത്രിയെ ഞാൻ ഓർക്കുന്നു. ഓർമ്മകളില്ലെങ്കിൽ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ എന്ന് പാടിയില്ലായിരുന്നെങ്കിൽ, ഓർമ്മകൾക്കെന്ത് സുഗന്ധമാണ് എന്നിടയ്ക്കിടെ ഓർത്തില്ലായിരുന്നെങ്കിൽ, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമൂകമീ വീതിയിൽ എന്ന് ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ, മലയാളിയുടെ കഴിഞ്ഞകാല ജീവിതം എത്രമേൽ അർത്ഥശൂന്യമായേനെ. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ അവസാനമായ ആശുപത്രിയിലേക്ക് യാത്ര പറഞ്ഞ് അമ്മയെ തിരിഞ്ഞു നോക്കിപ്പോയ എൻ്റെ അച്ഛൻ്റെ കണ്ണുകൾ രാത്രി മുഴുവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. 2 രാവും 2 പകലും ഒരു രാവും മാത്രം പിറന്ന വീട്ടിൽ, പിറന്ന മണ്ണിൽ, പിറന്ന ഓർമ്മകളിൽ അഭിരമിക്കുന്ന ഒരു ഓർമ്മിക്കൽക്കാരി. 2 പകലും ഒരു രാത്രിയും കൊണ്ട് ഒരു ജീവിതത്തിൻ്റെ സാഫല്യങ്ങളെ മുഴുവൻ വാക്കുകളിൽ ഒതുക്കി വെച്ച പുസ്തകമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് അതിശയോക്തിയല്ല. പ്രസിദ്ധമായ ഒരു പാശ്ചാത്യ എഴുത്തുകാരൻ്റെ ഒരു വരിയെ തൽക്കാലം ഞാൻ ഒന്ന് മാറ്റിപ്പറഞ്ഞുകൊള്ളട്ടെ. അധികാരത്തിനെതിരെ മനുഷ്യൻ്റെ സമരം മറവിക്കെതിരെ ഓർമ്മയുടെ സമരമാണ് എന്ന് നാം കേട്ടിട്ടുണ്ട്. മരണത്തിനെതിരെ ജീവിതത്തിൻ്റെ സമരം മറവിക്കെതിരെ ഓർമ്മയുടെ സമരമാണ് എന്ന് തിരുത്തി പറഞ്ഞാൽ അത് കൂടുതൽ സുന്ദരമാകും എന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം വിശ്വസിക്കുന്നു. ഈ പുസ്തകത്തിൽ നിറയെ പൂക്കളാണ്. നന്ദ്യാർവട്ടവും മൈലാഞ്ചി ചുവപ്പും ജമന്തിയും ചേർന്ന്, ദശപുഷ്പങ്ങളും ചേർന്ന് ഉണ്ടാക്കി വെക്കുന്ന നിറങ്ങളുടെ ഈ കാർണിവൽ, നിറങ്ങളുടെ ഈ കൊളാഷ് ഒരുപക്ഷെ ഇൻറ്റീരിയർ ഡിസൈനറും എക്സ്റ്റീരിയർ ഡിസൈനറുമായ സ്മിത എന്ന എഴുത്തുകാരിയുടെ വ്യക്തിസ്വത്വത്തിൻ്റെ പ്രതിഫലനം ആകാം. എത്രയേറെ മണങ്ങളാണ്, എത്രയേറെ രുചികളാണ്, എത്രയേറെ ചില്ലാട്ടമാടുന്ന ഊഞ്ഞാൽ ഓർമ്മകളാണ്. ഞാൻ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിരന്തരം കേട്ടത്, ഗായകൻ ഇവിടെ ഇരിക്കുകയാണ്, കേശവൻ പോറ്റി സാർ എഴുതിയ കിളിച്ചുണ്ടൻ മാവിൻ്റെ ചില്ലയിലാടും സിന്ദൂര നിറമുള്ള തേൻപഴങ്ങൾ എന്ന KPSCയുടെ നാടകഗാനത്തിൻ്റെ വരികൾ ഒരു പ്രതിധ്വനിയായി എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ചുരുക്കുകയാണ്. സ്മിതയുടെ വാക്കുകൾ കേൾക്കാനാണ് നാം ഇവിടെ ഇരിക്കുന്നത്. ഈ പുസ്തകം കേവലം ഒരു ഓർമ്മ പുസ്തകം മാത്രമല്ല. ഐവർമഠത്തിൽ കത്തിയെരിഞ്ഞു പോയ ചിതകൾക്ക് എന്തുകൊണ്ടാണ് ചൂടില്ലാത്തത്? സ്വപ്നങ്ങൾ കൂടി കത്തുന്നത് കൊണ്ടാണ്. അത്രമേൽ തണിമയാണ്, അത്രമേൽ തണുപ്പാണ് സ്വപ്നങ്ങൾക്ക്. എന്തുകൊണ്ടാണ് ഈ കർക്കിടകത്തെ തോരാമഴയിൽ ആത്മാക്കൾ പെയ്തിറങ്ങുന്നു എന്ന് നാം വിചാരിക്കുന്നത്? ഈ മഴയാണ് ഓർമ്മയുടെ വാഹനം. ഊഞ്ഞാലിൽ എന്ന കവിത എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ പിൻകെട്ടായത്? മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മയുടെ കവി വൈലോപ്പിള്ളി ആയതുകൊണ്ടാണ്. ഈ പുസ്തകത്തിൽ ഒരു സന്ദർഭത്തിൽ പറയുമല്ലോ, മനുഷ്യർക്ക് 2 കഥകളുണ്ട്. ഒന്ന് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ കഥ, മറ്റൊന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ മറ്റൊരു കഥ. കെട്ട ജീവിതം ഉണ്ടെനിക്കെന്നാൽ മറ്റൊരു കാവ്യജീവിതം മണ്ണിൽ എന്ന് പാടിയ വൈലോപ്പിള്ളിയെ ഞാൻ അപ്പോൾ മനസ്സിൽ ആവാഹിച്ചെടുത്തു. ഈ പുസ്തകം ഓർമ്മകളുടെ പുസ്തകമാണ്. ഈ പുസ്തകം ഒരു വള്ളുവനാടൻ ഗ്രാമീണ ജീവിതത്തിൻ്റെ സൗഭാഗ്യഭരിതമായ കുട്ടിക്കാലത്തിലൂടെ ഓടിക്കളിച്ച ഒരു പെൺകുട്ടിയുടെ ഓർമ്മകൾ അടച്ചു വെച്ച മഞ്ചാടിച്ചെപ്പും മയിൽപ്പീലിത്തുണ്ടുകൾ ഒളിച്ചു വെച്ച പുസ്തകത്താളുകളുടെ ഒഴിഞ്ഞ മുറിയും ആണ്. അതിനപ്പുറം ഈ പുസ്തകം അമ്മ എന്ന ആശയത്തെ, അമ്മ എന്ന സ്വപ്നത്തെ, വീട് എന്ന സൗഭാഗ്യത്തെ, വീട് എന്ന ഓർമ്മയെ
മുറിച്ചു കളയാതെ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകുന്ന മനുഷ്യരുടെ കൂടിയാണ് ഈ പുസ്തകം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിർത്തുന്നു. ഈ പുസ്തകം ഒരു ബലിതർപ്പണമാണ്. 2 ദിവസത്തേക്ക് വേണ്ടി കർക്കടകത്തിൽ പിതൃക്കൾക്ക് ബലിയിടാൻ വന്ന ആ കൊച്ചുകുട്ടിയുണ്ടല്ലോ, ആ കുട്ടി ആ തിരുനാവായയിലിട്ട ബലിച്ചോറിനേക്കാൾ നാം അനുഭവിച്ച അന്നം തിലമായും കുടിച്ച ജലം ജലമായും ഉടുത്ത തുണി വസ്ത്രമായും പിതൃക്കൾക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ ആത്മത്തിൻ്റെ അക്ഷരാർച്ചനയായി, ആത്മത്തിൻ്റെ ഓർമ്മ ബലിയായി, ആത്മത്തിൻ്റെ സപിണ്ടി അടിയന്തിരമായി ഈ പുസ്തകം മാറുന്നു. അങ്ങനെ ഈ പുസ്തകം ഓർമ്മ പുസ്തകം മാത്രമല്ല, ഇത് ശ്രാദ്ധ പുസ്തകം കൂടിയാണ്. വാക്കുകൾ ചെറുളയാകുന്ന, വാക്കുകൾ ജലമാകുന്ന, വാക്കുകൾ തിലമാകുന്ന, വാക്കുകൾ ഓർമ്മകളുടെ വാഹനമാകുന്ന, വാക്കുകൾ ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്ക്, സൗന്ദര്യാത്മകമായ ഓർമ്മകളിലേക്ക്, കെട്ടതും നന്നുമായ ഓർമ്മകളിലേക്ക്, എല്ലാ ഓർമ്മകളിലേക്കും പരന്നു കിടക്കുന്ന കസ്തൂരി ഗന്ധത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചു നടത്താൻ വാക്കുകൾക്ക് കഴിയും. അതുകൊണ്ട് 16,000-ൽ പരം പാട്ടുകൾ പാടിയ ജയചന്ദ്രൻ എന്ന മഹാഗായകൻ ഓർമ്മകളാകുമ്പോൾ, ആ ഓർമ്മകളിൽ നിറയുന്നത് ആ ഗാനങ്ങളാണെങ്കിൽ, പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ ഓർമ്മകളിൽ നിറയുന്നത് പിതൃക്കളല്ല, പ്രിയങ്ങളാണ്. പ്രിയങ്ങളുടെ പുസ്തകം, പ്രിയങ്കരമായ പുസ്തകം, പ്രിയങ്കരമായ ജീവിതം, ഇനിയും പ്രിയങ്കരമായ എഴുത്ത് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമുക്ക് തമ്മിൽ കണ്ടുമുട്ടാൻ കാരണമായ ഒരു മകൾ, ഒരു മകൻ, ഒരുപാട് മക്കൾ, നമുക്കൊക്കെയും നമ്മുടെ പിതൃക്കളിലേക്ക്, ഓർമ്മകളിലേക്ക്, അമ്മ മണങ്ങളിലേക്ക്, അച്ഛൻ ഓർമ്മകളിലേക്ക്, വീട്ടൂഞ്ഞാലിലേക്ക്, ഓണക്കാലത്തേക്ക്, രാമൻ ചെട്ടിയാരുടെ സ്റ്റീൽ പാത്രത്തിന് വേണ്ടി എൻ്റെ കുട്ടിക്കാലത്തും സൂക്ഷിച്ചു വച്ചിരുന്നു കസവിഴകൾ. എൻ്റെ വീട്ടിലും വളരെ വൈകാതെ ഇവിടെ ആളുണ്ടോന്ന് ഓർമ്മിപ്പിക്കുവാൻ മാത്രമായി അച്ഛൻ്റെ ശവമാടത്തിൽ, അച്ഛൻ്റെ കുഴിമാടത്തിൽ പാഴ്പുല്ലുകൾ വളർന്നേക്കാം. അങ്ങനെ ഇങ്ങനെ വളർന്നു വരുന്ന ഓർമ്മകളെ അനായാസം പറത്തിവിടാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാ ഭാവുകങ്ങളും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട PK അനിൽകുമാർ. വേദിയിലിരിക്കുന്ന ആദരണീയരെ, 10 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. എഴുത്തുകാരിയാണ് ഈ പുസ്തകത്തിൻ്റെ ഈ വേദിയിൽ ഏറ്റവും കേന്ദ്രബിന്ദു എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ട എഴുത്തുകാരിയുടെ സമയം ഞാൻ അപഹരിക്കുന്നില്ല. എനിക്ക് പറയുവാനുള്ളത്, ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലും ഈ പുസ്തകത്തിൻ്റെ മുൻനിര എഴുതിയത് ഞാനത് കുറിച്ച് വച്ചിട്ടുണ്ട്. സന്ദീപ് ഇവിടെ ഇരിപ്പുണ്ട്. ഷെൽവിയുടെ സഹയാത്രികനായിരുന്നു. മലയാളത്തിൽ മൾബറിയാണ് ഓർമ്മയെ അനുഭവതലമാക്കി KN ഷാജി എഡിറ്റ് ചെയ്ത ഒരു പുസ്തകം. മറ്റൊന്ന് അലക്സാണ്ടർ ഡ്യൂമയുടെ മോണ്ടിക്രിസ്റ്റോ എന്ന കാലം ഹൃദയത്തിലിട്ട ഒരു പുസ്തകമുണ്ട്. ആ നോവലിലെ നായക കഥാപാത്രമായ ഡാൻഡിസ് പ്രഭുവിനെ ചില ഗൂഢാലോചനയുടെ പേരിൽ തടവിൽ അടയ്ക്കപ്പെടുകയും 2 പതിറ്റാണ്ടിന് ശേഷം ഒരു അത്ഭുതകരമായ രീതിയിൽ ഡാൻഡിസ് പ്രഭു അവിടെ നിന്ന് രക്ഷപ്പെടുകയും വീണ്ടും തടവറ സന്ദർശിക്കാൻ വരുന്ന സമയത്ത് ഡാൻഡിസ് തൻ്റെ അനുചരരോട് പറയുന്നുണ്ട്, ഇതാ ഈ തടവ് മുറിയിലായിരുന്നു ഞാൻ കിടന്നിരുന്നത്, എൻ്റെ തല ഈ തടങ്കൽ ഭിത്തിയിലേക്ക് ഇടിച്ച് ചിതറിത്തെറിച്ച ചോരയുടെ അടയാളമാണിവിടെ, ഇതാ ഞാൻ ഇവിടെയാണ് ഇരുന്നത് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പറയുന്നുണ്ട്, അവസാന നിമിഷം ഞാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല ആഗ്രഹിച്ചത്, മറിച്ച് ഓർമ്മകളെല്ലാം നശിച്ച് ഭ്രാന്ത് പിടിക്കരുതേ, എൻ്റെ ഓർമ്മകൾ അപഹരിക്കപ്പെട്ടു പോകരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്നാണ്. പ്രിയപ്പെട്ട അജയൻ, മിലാൻ കുന്ദേരയുടെ വിഖ്യാതമായ രാഷ്ട്രീയ ദർശനം, അധികാരത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ സമരം മറവിക്കെതിരെയുള്ള ഓർമ്മയുടെ നിരന്തര സമരമാണ് എന്ന്, അതിനോടൊപ്പം അനുബന്ധമായിട്ട് ഹൊവാർഡിൻ്റെ ഒരു വാക്യം കൂടിയുണ്ട്,
ഓർമ്മകൾ ഉള്ള ഒരു ജനതയ്ക്ക്, ഓർമ്മകൾ തൊലിക്കടിയിലുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ കലാപം സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ സ്മിതത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് കാലത്തിലേക്ക് തിരിഞ്ഞൊഴുകുന്ന ഓർമ്മ പുഴകളാണ്. ആ പുഴയുടെ ഹൃദയത്തണുപ്പ്. മറ്റൊന്ന്, മനുഷ്യൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് മടങ്ങുവാനുള്ള മനുഷ്യൻ്റെ അബോധമായ അഭിവാഞ്ച, സാൽവദോർ ദാലിയുടെ ഗർഭാശയ സ്മൃതികൾ ഉൾപ്പെടെ. ഇനി പുതിയതായിട്ട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് മലയാളത്തിൻ്റെ മഹാസുഹൃതമായ MT യെക്കുറിച്ച് കൽപ്പറ്റ മാഷ് നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണം ഇങ്ങനെയാണ്: വായനക്കാർ MT യെ ഉണ്ണുന്നത് ഓർമ്മകളെ കൂട്ടിയാണ്. വായനക്കാരുടെ ഓർമ്മകളെ ഇത്രത്തോളം ക്ഷണിക്കുന്ന മറ്റൊരെഴുത്തുകാരനില്ല. MT മറ്റുള്ള എഴുത്തുകാർ കഥാപാത്രങ്ങളുടെ ജീവചരിത്രം എഴുതിയപ്പോൾ MT എഴുതിയത് കഥാപാത്രങ്ങളുടെ ആത്മകഥയാണ് എന്നാണ് കൽപ്പറ്റ മാഷ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ ആ മുൻനിരയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ MT എന്ന് പറഞ്ഞ മഹാ എഴുത്തുകാരനെ സ്മിതവുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തുമല്ല. പക്ഷേ MT യും സ്മിത പ്രമോദും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു ഋജുരേഖയുണ്ട്. ആ ഋജുരേഖ എന്ന് പറയുന്നത് കേരളീയ സംസ്കൃതിയെ, അതിൻ്റെ ജീവിത ഭൂപടത്തെ MT കൃതികളിൽ സ്വാംശീകരിച്ചതുപോലെ കേരളീയ സംസ്കൃതിയെ, കേരളത്തിൻ്റെ തനിമയെ, ആഘോഷങ്ങളെ, ആ ഗ്രാമവാഗ്മയ ചിത്രങ്ങളെയെല്ലാം അനന്യമായ രചന ലാവണ്യത്തോടു കൂടി സ്മിത ഈ കൃതിയിൽ സ്വാംശീകരിച്ചിട്ടുണ്ട്. അവസാനം വൈലോപ്പിള്ളി മാഷിൻ്റെ ഊഞ്ഞാൽ എന്ന് പറഞ്ഞ കവിത, ഉയിരിൻ കൊലക്കൊടുക്കാകുമീ ഊഞ്ഞാലിനെ ജീവിതത്തിൻ്റെ സംഗീതം നിറയ്ക്കുന്ന ഊഞ്ഞാലാക്കി മാറ്റുന്നു. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം വായിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നാമും ആ ഊഞ്ഞാലിൻ്റെ മുറ്റത്തേക്ക് യാത്രയാകും. ആ ഊഞ്ഞാലിലിരുന്നു കൊണ്ട് പോയ കാലത്തിൻ്റെ ആർദ്രസ്മൃതികളെ ഹൃദയക്കുടന്നയിൽ ഏറ്റുവാങ്ങും. അങ്ങനെ ഓർമ്മകളുടെ സുഗന്ധത്തെ വായനക്കാരുടെ ഹൃദയത്തിലേക്കൊരു നിലാവ് പോലെ പെയ്യിക്കുന്ന, സംഗീതം പൊഴിക്കുന്ന അക്ഷരങ്ങളാണിത്. പ്രിയപ്പെട്ട എഴുത്തുകാരി, പ്രയാണം തുടരുക. നന്ദി, നമസ്കാരം. അടുത്തതായി തീർച്ചയായും നമ്മൾ സ്മിതയെ കാത്തിരിക്കുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. സ്മിത ഒരു ചെറിയ തട്ടിപ്പ് നടത്തിയിരുന്നു ഷാർജയിൽ വെച്ചിട്ട് ഇതിൻ്റെ പ്രകാശനത്തിന്. സ്മിത ഒന്നും പറഞ്ഞില്ല. സ്മിത മറ്റുള്ളവരെ കുറിച്ച് മാത്രം പറഞ്ഞു. ഈ പുസ്തകം പുറത്തിറങ്ങാൻ വേണ്ടി, എഴുതാൻ വേണ്ടി സഹായിച്ച കുറച്ച് പേര് സ്റ്റേജിലുണ്ടായിരുന്നു. അവരെക്കുറിച്ച് മാത്രം പറഞ്ഞു. ഇപ്പോൾ സ്മിത ഈ പുസ്തകത്തെക്കുറിച്ച് മാത്രം പറയുന്നു, സ്മിതയെക്കുറിച്ച് പറയുന്നു. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഒരു നിറഞ്ഞ സദസ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ അവിടെ തുടങ്ങിയത്. ഇവിടെ അത്ര നിറവില്ലെങ്കിലും ഇരുന്ന ആൾക്കാർ തന്നെ എൻ്റെ മനസ്സ് നിറയ്ക്കുന്നവരാണ്. ഓഡിയൻസ് ആണെങ്കിലും വേദിയിലിരിക്കുന്നവരാണെങ്കിലും. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളോട് ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ തിരുവനന്തപുരം നിയമസഭ തന്നെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എക്സ്കർഷൻ പോലെ ഇങ്ങനെ ഇപ്പോൾ കുട്ടികൾ ലൈനായി വരുന്നുണ്ട്, അതുപോലെ വന്ന് ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ കണ്ടുപോയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ശീതീകരിച്ച റൂമിൽ ഇങ്ങനെ ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ, നിങ്ങളുടെ കൂടെയൊക്കെ ചേർന്ന് എൻ്റെ ഒരു പുസ്തകത്തെ ഇവിടെ എനിക്കിങ്ങനെ അടയാളപ്പെടുത്തി വെക്കാൻ കഴിയുന്നത് എൻ്റെ അമ്മ തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ബൈ പ്രൊഫഷൻ ഞാനൊരു ടീച്ചറാണ്. BEd കഴിഞ്ഞ് എക്കണോമിക്സ് കഴിഞ്ഞ് ടീച്ചറായി, അമ്മയുടെ നിർബന്ധത്തിന് ടീച്ചറായ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ എൻ്റെ ഇഷ്ടമായിരുന്നു, എൻ്റെ താല്പര്യമായിരുന്നു ഇൻറ്റീരിയർ ഡിസൈനിങ്. അങ്ങനെയാണ് ഞാൻ ആ മേഖലയിലേക്ക് വരുന്നത്. അതിന് എൻ്റെ ഹസ്ബൻഡ് പ്രമോദും അതുപോലെ മക്കളും തന്നൊരു ഒരു പ്രോത്സാഹനം തന്നെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ളത്. പിന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ഓർമ്മകൾ പ്രതാപേട്ടൻ പറഞ്ഞ പോലെ ഞാനല്ലെങ്കിൽ പിന്നെ ആരാണ് അടയാളപ്പെടുത്തുക? അതുകൊണ്ടാണ് എൻ്റെ അമ്മയെക്കുറിച്ച് എൻ്റെ മക്കൾക്ക് ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ എന്ന അമ്മ വളർന്ന ഒരു സൗഭാഗ്യ ബാല്യവും സൗഭാഗ്യം നിറഞ്ഞൊരു കൗമാരവും യൗവനവും എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതേപോലെ ഇപ്പോഴും ഞാൻ വളരെ സന്തോഷവതിയായി സൗഭാഗ്യത്തോടു കൂടി തന്നെയാണ് ടച്ച്വുഡ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും എനിക്ക് നഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെറുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരെ നമ്മൾ നഷ്ടപ്പെടുക, നമ്മൾ സ്നേഹത്തോടു കൂടി മനസ്സിൽ കൂട്ടിവരിച്ചിരുന്നവരെ നമുക്ക് ജീവിതയാത്രയാണ്, നഷ്ടങ്ങൾ ഉണ്ടായേ പറ്റൂ. എന്നാൽ പോലും അങ്ങനത്തെ നഷ്ടങ്ങളെയാണ് ഞാനിവിടെ ഓർമ്മകളുടെ മുറിവ് എന്നൊരു ഒരു ബാനറിൽ ഞാനിവിടെ രേഖപ്പെടുത്തിയത്. ഓർമ്മകളുടെ മുറി എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം
എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ അമ്മയുടെ, എൻ്റെ സൗഭാഗ്യ നിമിഷങ്ങളുടെ ഒരു മുറിയിലിട്ട് വാതിൽ ചാരി വെച്ചാണ് ഞാൻ ആ പുസ്തകം അവസാനിപ്പിക്കുന്നത്. വാതിൽ ചാരി വെച്ച് അവസാനിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയും നമുക്ക് പുറത്തു നിന്നുള്ള ആൾക്ക് അത് തുറന്ന് ഉള്ളിൽ കയറാം, വീണ്ടും ആ ഓർമ്മ മധുരങ്ങളെ നമുക്ക് നുണയാം. അജയൻ സാർ ഒക്കെ പറഞ്ഞ പോലെ, വിൽസൺ സാർ പറഞ്ഞ പോലെ, മധുരം നിറഞ്ഞ ഓർമ്മകളാവുമ്പോൾ നമുക്കൊരു മിഠായി പോലെയാണ് അത് എഴുതുമ്പോഴും. ഒരുപാട് പ്രാവശ്യം നമുക്കത് നുണയാം, നമുക്കതിൻ്റെ മധുര രുചി ഒന്നുകൂടി അറിയാം. നേരെ മറിച്ച് ഓർമ്മകളുടെ മുറിവ് ആവുമ്പോൾ, വേദനയാവുമ്പോൾ, വിൽസൺ സാർ പറഞ്ഞ പോലെ ചില എഴുത്തുകാർ അത് എഴുതാൻ ഇഷ്ടപ്പെടാത്തതും ചിലപ്പോൾ അതായിരിക്കാം. ഞാൻ ആദ്യമായി എഴുതിയൊരു പുസ്തകം എന്ന നിലയ്ക്ക് എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇപ്പം ജീവിച്ചിരിക്കുന്നവരുടെയും മൺമറഞ്ഞു പോയ ഞാൻ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയവരുടെയും കൂടെ എനിക്ക് ഈ പുസ്തകം എഴുതിയ അത്രയും കാലം ഒന്നിച്ച് സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതായത് ഇവരൊക്കെ പ്രതിപാദിച്ച സുധാരേട്ടൻ എന്നുള്ളൊരു ക്യാരക്ടർ, കൃഷ്ണേട്ടന് ഇഷ്ടപ്പെട്ട സുധാരേട്ടൻ്റെ ആ ഒരു ഡയലോഗ് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം സുധാരേട്ടൻ അങ്ങനെ തന്നെയാണ് സംസാരിക്കുക. ഞങ്ങളുടെ പാലക്കാടൻ ഭാഷയിൽ പക്ക അങ്ങനെയാണ് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ഇതിൽ പറഞ്ഞ എല്ലാ കഥാപാത്രങ്ങളെയും അതേ ശബ്ദത്തിൽ എനിക്ക് ഈ പുസ്തകം എഴുതുമ്പോൾ അവരോടുകൂടി സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതെനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ആ സമയത്ത് ശരിക്കും ഞാനൊരു ഡുവൽ പേഴ്സണാലിറ്റി പോലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടോ എഴുതുമ്പോൾ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ, ഞാനൊരു 2 വ്യക്തികളെ പോലെയാണ് അന്ന് ഞാൻ ദുബായിൽ ഇത് എഴുതുമ്പോൾ ഞാൻ ജീവിക്കുന്നത്. ഒന്ന്, ഞാൻ ഈ അമ്മയുടെ കൂടെ മാളു എന്നുള്ള, കുട്ടിമാളു എന്നുള്ള ഒരു ക്യാരക്ടറായി അവരുടെ കൂടെയൊക്കെ, സുധാരേട്ടൻ്റെ കൂടെ, കല്യാണിയെടുത്തിൻ്റെ കൂടെ, അങ്ങനെ ഇതിലത്തെ ഓരോ കഥാപാത്രങ്ങളുടെ കൂടെയും എൻ്റെ അമ്മയുടെ കൂടെ, അമ്മയുടെ രുചി, അമ്മ വിളമ്പുന്ന, അമ്മ നല്ലൊരു കുക്കായിരുന്നു, നന്നായിട്ട് പാചകം ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പാലക്കാടൻ്റെ 1-2 റെസിപ്പീസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അമ്മ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നതുമായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് പാചക വിധികൾ ഞാൻ ഈ പുസ്തകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഞാൻ ഇങ്ങനെ ജീവിക്കുകയാണ്. ഞാൻ എഴുതുമ്പോൾ ഞാൻ ജീവിക്കുകയാണ്, ഇവരുടെ കുട്ടിയായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ട് പോകുന്നത്. അതൊന്ന്. രണ്ടാമത്, ഈ പുസ്തകം എഴുതി ഞാൻ പ്രതാപേട്ടന് അയച്ചു കൊടുത്തു, അതുപോലെ അനിലേട്ടന് അയച്ചു കൊടുത്തു. അങ്ങനെ ഇവർക്ക് ഞാൻ അയച്ചു കൊടുത്ത ശേഷം ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടത്. അതായത് ഞാൻ വീണ്ടും ഇന്നത്തെ സ്മിതയായി മാറുകയാണ് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് ഞാൻ അതിനൊക്കെ ജീവിച്ച് കഴിഞ്ഞ ആളാണ് എന്ന് എനിക്ക് അന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ശരിക്കും ആ ഒരു ദിവസത്ത് എൻ്റെ പ്രമോദിനെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ഹസ്ബൻഡിനെ അറിയുന്നുണ്ടാവും, ഞാൻ ശരിക്കും അന്നത്തെ ഏട്ടന്മാരുടെ അനിയത്തിക്കുട്ടിയായിട്ടാണ് വീട്ടിലൊക്കെ പെരുമാറുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ 2 മക്കളുടെ എനിക്ക് 25 വയസ്സായ ഒരു മോനും 21 വയസ്സായ ഒരു മോനും 2 മക്കളാണ് എനിക്കുള്ളത്. അവരുടെ ഒന്നും അമ്മയല്ല ഞാൻ എഴുതുമ്പോൾ എപ്പോഴും അന്നത്തെ കുട്ടിമാളും, അന്നത്തെ പാദസോരമിട്ട് നടന്നൊരു കുട്ടിയും, അന്നത്തെ ഊഞ്ഞാലാടിയൊരു കുട്ടിയും, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവരുടെ കൂടെ പെരുമാറിയും കൊണ്ടിരിക്കുന്നത്. അതായത് 2 രീതിയിലാണ് ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ ജീവിച്ചിരുന്നത് എന്ന്. അത് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള അനുഭവമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു ശൂന്യത. ഞാൻ ഇന്നത്തെ സ്മിതയാണ്, ഇതൊക്കെ എൻ്റെ കഴിഞ്ഞ കാലഘട്ടമാണ് ഞാൻ രേഖപ്പെടുത്തിയത്, ഇതൊരു പിന്നാമ്പുറത്തേക്കുള്ളൊരു ജീവിത യാത്രയായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാക്കിയപ്പോൾ മനസ്സ് തൊട്ട് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടമായിരുന്നു. ഇന്നത്തെ ജീവിതം എനിക്ക് സമ്പന്നത നിറഞ്ഞതാണ്, ഈശ്വര സൗഭാഗ്യം നിറഞ്ഞതാണ്. എന്താ പറയുക, അത്ര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. എങ്കിലും എനിക്ക് തോന്നി അന്നേത്തെ ആ ഒരു മാളൂട്ടിയായി, അന്നേത്തെ ആ ഒരു കുട്ടിമാളുമായി, അന്നേത്തെ അമ്മയുടെ ഒരു മോളായിട്ട്, അങ്ങനെ ആ ഒരു കാലഘട്ടം അവിടെ നമുക്ക് ആ സമയ പരിമിതി നമുക്കൊരു ചില്ലിട്ട ഫ്രെയിമിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെനിക്ക് ഒരുപാട് വിഷമത്തോടു കൂടി ഞാൻ അന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. പിന്നെ ഇവരൊക്കെ പറഞ്ഞ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ഒരു സന്തോഷം. നമ്മൾ എഴുതിയത് മറ്റുള്ളവർ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലുത്. ഞാൻ എഴുതിയത് ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കൃഷ്ണേട്ടനായാലും അനിലേട്ടനായാലും അജയൻ സാറായാലും വിൽസൺ സാറായാലും പ്രതാപേട്ടൻ പിന്നെ എന്നും എൻ്റെ അടുത്ത് ഫോണിലൂടെ എല്ലാം ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, ഇന്നിവിടെ വന്നെത്താൻ കഴിഞ്ഞതുള്ളൊരു സന്തോഷം, ഇതൊക്കെ ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ നിയമസഭയിലേക്ക് വരുമെന്നും ഇവിടെ ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിക്കാൻ പറ്റുമെന്നും ഈ പുസ്തകം എന്നെ ഇങ്ങനെ ആദരിക്കുമെന്നും ഞാനിത് എഴുതുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട താജ് ബഷീർ സർ, വേണുവേട്ടൻ, സുഭാഷ്, ഇങ്ങനെ ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാർ, ബിജു, ഇവരൊക്കെ ഒന്നിച്ച് ഇവിടെ കാണാൻ, ഇവരൊക്കെ ഇവിടുത്തെ നാട്ടുകാരാണ് ഇവരെല്ലാം. ഇവരിവിടെ വിളിച്ച എൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജിൻ്റെ ഒരു മെസ്സേജിൻ്റെ പുറത്ത് ഇവരിവിടെ വന്നതും ഇങ്ങനെ ഈ ഒരു കൂട്ടായ്മയിൽ ഒന്നുകൂടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞതും ഒരുപാട് സന്തോഷമായി കരുതുകയാണ്.
അതേപോലെ ഓർമ്മകളുടെ മുറി അഥവാ ഓർമ്മകളുടെ മുറിവ്, നിങ്ങൾക്ക് ഏത് രീതിയിലാണോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വായനക്കാർക്ക്, ആ ഒരു റിലേറ്റ് ചെയ്ത ആ ഒരു കുറിപ്പ് എന്നിലേക്ക് എത്തുമ്പോൾ, അത് വായിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് സന്തോഷം. ഒരുപാട് ആൾക്കാരിലേക്ക്, വായനക്കാരിലേക്ക് സന്തോഷപൂർവ്വം ഇത് എത്തട്ടെ. എനിക്ക് വീണ്ടും ഈ പുസ്തകം ഒരുപാട് ആദരവ് നേടിത്തരട്ടെ എന്ന് മനസ്സുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ചേർത്ത് വെച്ച് ഞാൻ നിങ്ങളോട് നമസ്കാരം പറയുകയാണ്. താങ്ക് യു. പ്രത്യേകമായി നന്ദി പറയേണ്ട ഇവരെല്ലാം എൻ്റെ മനസ്സിൽ എന്നും എന്നോടൊപ്പം ജീവിക്കുന്നവരാണ്. പ്രതാപേട്ടനാണ് ഇതിൻ്റെ ട്രൂ മോട്ടിവേറ്റർ. ഷാർജ പുസ്തകോത്സവത്തിലും ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹം ഇല്ലെങ്കിൽ ഇന്ന് ഈ ബുക്കില്ല. താങ്ക് യു. സ്മിതയെക്കുറിച്ചും പുസ്തകത്തെക്കുറിച്ചും പറഞ്ഞതിൽ സന്തോഷം. ഷാർജയിൽ വെച്ചത് പറഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിലൂടെ പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പം ഈ പുസ്തകം തീർച്ചയായിട്ടും ഒരു നല്ല പുസ്തകം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഞങ്ങളുടെ കയ്യിൽ ധാരാളം പുസ്തകങ്ങൾ വരുന്നു, ഞങ്ങൾ ധാരാളം പുസ്തകം പുറത്തിറക്കുന്ന ഒരു പ്രസാധകൻ, അറിയാം. അപ്പോൾ ഈ പുസ്തകം ഇറക്കുമ്പോൾ ഞാൻ പ്രമോദിനോട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഷാർജയെന്ന് പറഞ്ഞിരുന്നു, ഇങ്ങനെ വിട് ഇതിനെ, സ്മിതയെ ഈ വഴിക്ക് തന്നെ വിട് കഴിയുന്നതും. നിങ്ങൾക്ക് കുഴപ്പമായിരിക്കാം, പക്ഷേ ഞങ്ങൾക്കത് ഗുണമാണ്, ഭാഷയ്ക്ക്, സംസ്കാരത്തിന്, എഴുത്തിന്. എന്തായാലും സന്തോഷം. ഒരു കാര്യം കൂടി, ഈ പുസ്തകം ആദ്യം വായിക്കുമ്പം ഞാൻ സ്മിതയോട് ആവശ്യപ്പെട്ടത് അമ്മയുടെയും അച്ഛൻ്റെയും ഒരു ഫോട്ടോ അയച്ചു തരണമെന്നാണ്, കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രത്തോളം മനസ്സിൽ പതിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ സുധാകരേട്ടൻ രണ്ടാമതും പറഞ്ഞു, കൃഷ്ണേന്ദ്രൻ പറഞ്ഞു സുധാകരേട്ടൻ്റെ കാര്യം, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പലരുമായിട്ട്. ഈ പുസ്തകത്തിന് എവിടെയും എത്തിയിട്ടില്ല. പലരും പല രീതിയിൽ വായിക്കാൻ കഴിയുന്ന, പലർക്കും പല രീതിയിലുള്ള വായനയ്ക്ക് ഉപയുക്തമാകുന്ന ഒരു പുസ്തകമായി മാറുമ്പോഴാണ് ആ പുസ്തകം കൂടുതൽ കൂടുതൽ നന്നാവുന്നതും കൂടുതൽ കൂടുതൽ കാലം നിലനിൽക്കുന്നതും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒറ്റ വാക്കിൽ നമ്മുടെ സമയം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് നമ്മൾ കടമെടുത്തതാണ്. ഞങ്ങൾക്കിവിടെ ഒരു ക്ലോക്ക് കാണുന്നുണ്ട്, നിങ്ങളത് കാണുന്നില്ല. ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി, നന്ദി, നമസ്കാരം.